friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പാൽ എങ്ങനെ ഒഴിച്ച് തൈര് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുപോലെ നല്ല കട്ടിയുള്ള തൈര് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. മിൽമ പാലിൽ നിന്നാണ് ഞാൻ ഈ തൈര് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. ഇത് ഫുൾ ഫാറ്റിൻ്റെ പാലാണത്. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. 1/2 കപ്പ്, അപ്പോൾ 1.5 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം. ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ തിളപ്പിക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് തിളപ്പിക്കുന്നത്. ഇതിന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. എന്നിട്ട് പിന്നെ ചെറുതീയിലിട്ട് പാല് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേകുമ്പോൾ അങ്ങനെ കുറച്ച് സമയം വേകുമ്പോഴത്തേക്ക് പാലിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് പാല് കുറുകി വരും. അതുവരെ നമ്മളിതിട്ട് തിളപ്പിക്കണം. അപ്പോൾ പാലൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ അങ്ങ് കുറയ്ക്കാം. ഇനി ഇത് ചെറിയ തീയിലിട്ട് വേണം ഇത് പാലൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. നല്ല ലോ ഫ്ലെയിം ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പാല് മുകളിലോട്ടങ്ങ് പൊങ്ങി വരും. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാലായതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഈ പാത്രത്തിൽ പിടിക്കാനൊക്കെ ചാൻസ് കൂടുതല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ ഒരു തൈരിനൊരു വേറെ ഒരു കരിഞ്ഞ ചുവ വരും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ഇത് പാല് പെട്ടെന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് തീയൊന്നും കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ വറ്റുമൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ശരിയാവത്തില്ല. അത് ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാട വന്ന് കെട്ടി നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ തിളച്ചേക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ പതഞ്ഞ് ഇങ്ങനെ സൈഡിലോട്ടൊക്കെ കയറി വരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വടിച്ചിട്ട് എടുത്തിടണം. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നത് കരിഞ്ഞു പിടിക്കരുത്. അപ്പോൾ ഒരു പത പോലെ ഇങ്ങനെ പാത്രത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ പിടിക്കും. അപ്പോൾ അതിങ്ങനെ നമ്മൾ തവി വെച്ച് തന്നെ ഇങ്ങനെ വടിച്ചിങ്ങനെ എടുത്തിട്ട് ഇളക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ ഒന്ന് കുറുകി അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ 1.5 കപ്പല്ലേ ഒഴിച്ചിരുന്നത്. ഇപ്പോൾ അതിനേക്കാളും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1 കപ്പോളം ആയിട്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് നന്നായിട്ട് പാല് കുറഞ്ഞേക്കുന്നതും. അതുപോലെ പാല് നന്നായിട്ട് വെന്തു. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതങ്ങോട്ട് നമുക്ക് ഇത് പൊട്ടും അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഞാൻ ആദ്യം തൊട്ടേ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് ഇപ്പോൾ ഇത് കണക്കത്തുള്ള തവി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാട്ടോ. സൈഡൊക്കെ ഇങ്ങനെ നമുക്ക് വടിച്ചെടുക്കാനൊക്കെ. അപ്പോൾ ഞാൻ അതുകൊണ്ട് പിന്നെ മറ്റേ തവി മാറ്റിയിട്ട് ഞാൻ ഈ തവി വെച്ചിട്ടാണ് പിന്നെ ഇളക്കിയത്. പിന്നെ ഇതങ്ങോട്ട് നന്നായിട്ട് ഇനിയിപ്പോൾ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ചൂട് നന്നായിട്ടൊന്ന് ആറണം. ചെറിയ ചൂടേ ഇനി പാടുള്ളൂ. ഇനി നമ്മൾ ഒഴിക്കാൻ നേരത്ത്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു പരുവമുണ്ടല്ലോ. ചൂടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുണ്ട്, എന്നാൽ ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. ആ ഒരു പരുവായിരിക്കണം. ഇപ്പോൾ പാല് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഒരു ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ. ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് പാട കെട്ടിയെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് അതിൻ്റെ ഒരു നെയ്യാണ് ആ പാടയായിട്ട് വരുന്നത്. ഇനി ഈ പാല് ഒഴിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ തൈര് വേണം. അപ്പോൾ നല്ല പുളിയുള്ള തൈരായിരിക്കണം. അതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന തൈരോ അല്ലെങ്കിൽ എങ്ങനത്തെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനത്തെ ഒരു തൈരാണ് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചേക്കണം. പക്ഷെ നല്ല പുളി ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതൊന്ന് പുറത്ത് വെച്ചേക്കാം. അപ്പോൾ ആ തണുപ്പൊന്ന് പോകണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒഴിച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ തൈരൊക്കെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഇത് കണക്കത്തുള്ള ഇങ്ങനെ കുപ്പിയുടെ എന്തെങ്കിലും ബൗളുണ്ടെങ്കിൽ അതിലെടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കുപ്പിയോ ഭരണിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാനിതിലേക്ക് ഈ നമ്മൾ ആറിച്ച് വെച്ചേക്കണ പാലൊഴിക്കണേണ്. ഒന്നര കപ്പ് പാലെടുത്തിരുന്നേക്കണത് ഇപ്പം അത് 1 ഗ്ലാസ്സായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത്രയേ ഉള്ളൂ പാല്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ തൈര്, നല്ല പുളിയുള്ള കട്ട തൈരാണ്.
ചേർക്കാം. ഇനി തൈര് ചേർത്തതിന് ശേഷം ഈ പാലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തൈര് നന്നായിട്ട് ആ പാലിൽ മിക്സ് ആവണം. ഇത് നമ്മളിതൊന്ന് അടച്ചു വെക്കാം. ഇത് അടച്ചിട്ട് അനക്കാണ്ട് എവിടെയെങ്കിലും നമ്മൾ മാറ്റി വെച്ചേക്കാം. ഇതിനെ ഇടയ്ക്കൊന്ന് ഇളക്കിയൊന്ന് നോക്കുകയും ചെയ്യരുത്. ഇത് ഇങ്ങനെ ഒരു 8 മണിക്കൂർ നേരത്തേക്ക് ഇതിങ്ങനെ വെച്ചേക്കാം. അപ്പോൾ 8 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് തൈരായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 8 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തുറന്ന് നോക്കാം എങ്ങനെയായി എന്നുള്ളത്. ചൂടുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8 മണിക്കൂറൊന്നും വേണ്ട, അതിന് മുന്നേ തന്നെ ഇത് തൈരാക്കും. തൈരൊക്കെ ആവുന്നത് അപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിൻ്റെ ആ ചൂടനുസരിച്ചിട്ടാണ്. ഇപ്പോൾ തണുപ്പുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8 മണിക്കൂറൊന്നും പറ്റത്തൊന്നുമില്ല, അതിനേക്കാളും കൂടുതൽ സമയം വരും. തണുപ്പ് സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തെർമൽ കുക്കർ ഉണ്ടെങ്കിൽ ആ തെർമൽ കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓവൻ്റെ അകത്ത് ലൈറ്റ് ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഇതെന്തായാലും വെക്കുമ്പോൾ ഇത് പിന്നെ അനക്കാൻ പാടില്ല, അനക്കാണ്ട് തന്നെ വെച്ചേക്കാം. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെക്കട്ടെ. നമുക്കൊരു 8 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നോക്കാം എന്തായെന്നുള്ളത്. ഒരു 5 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ നോക്കാം നമുക്ക് എന്തായെന്ന്. ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു തൈരാണ് വന്നിരിക്കുന്നത്. നാട്ടിലൊക്കെ കിട്ടുന്ന പാൽ വെച്ചിട്ട് നമ്മൾ തൈരൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇപ്പോഴത്തെ പാലൊക്കെ എന്തുപോകുന്ന നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പല രീതിയിലുള്ള പാലൊക്കെ ചേർത്തിട്ടൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു ടെക്സ്ചറിലുള്ള തൈര കിട്ടിയേക്കുന്നത്. എന്നാലും തിക്കാന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല ഉണ്ടോ, ഇതേ ഒരു ടെക്സ്ചറിലാണ് കിട്ടിയത്. നല്ല ക്രീമി ആയിട്ടുള്ള തൈരാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.